ഈ പഴയതുപോലെ സൗന്ദര്യ മത്സരത്തിനൊക്കെ എതിർപ്പുണ്ടോ ആൾക്കാരുടെ? ഇല്ല, ഒരിക്കലും ഇല്ല. കുറച്ച് മാറി വരുന്നുണ്ടോ? നന്നായി മാറി. കാരണം ഇപ്പോൾ കാരണം എല്ലാവർക്കും ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക്, കാരണം ഇതൊരു സൗന്ദര്യ മത്സരത്തിനെക്കാളും അവർക്ക് ഇതൊരു പ്ലാറ്റ്ഫോമാ, അവരൊരു വോയിസ് റേസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാ. ഇപ്പൊ ഒരു സൗന്ദര്യത്തിനെക്കാട്ടും കൂടുതൽ ഇതില് നോട്ട് ചെയ്ത് അവരൊരു പേഴ്സണാലിറ്റി, കോൺഫിഡൻസ് ലെവൽ, ഇതൊക്കെയാണ് വളരെ ജഡ്ജ്മെന്റ് ആവുന്നത് തന്നെ ഈ ഒരു ഷോയിൽ കൂടെ. ബ്യൂട്ടി പാജന്റ് എന്ന് പറയുന്നത് ഞാനൊക്കെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്ന ഈ ഒരു രംഗത്തിലൂടെയോ അല്ലെങ്കിൽ ഈ ഒരു വേദിയിലൂടെയാണ് എന്റെ കഴിവുകൾ അല്ലെങ്കിൽ എനിക്കും ഒരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വം വികസിപ്പിക്കാൻ എനിക്ക് പറ്റുമെന്ന് ഞാൻ എനിക്ക് 2019 ആദ്യമായിട്ട് എനിക്ക് ആ ഒരു ഞാൻ ഒരു ആഡ് കണ്ടിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് തന്നെ. മിസ്സിസ് ഇന്ത്യ വേൾഡ് വൈഡ് ഇന്ത്യ, അതായത് ഇന്ത്യ പഠിച്ചോണ്ടിരിക്കുന്നു. അല്ല, 3 കുട്ടികളെ അമ്മയതിനു ശേഷം. ഓ, അത് ശരി. തീർച്ചയായിട്ടും അത് 172 കണ്ടസ്റ്റൻസ് ഗ്രീസിൽ പങ്കെടുത്ത് അതിൽ നിന്നാണ് ഞാൻ ഒരു വിജയിയായിട്ട് മാറിയത്. അതെനിക്ക് തന്ന ഏറ്റവും വലിയൊരു കോൺഫിഡൻസ്, ഒരു ലെവൽ, എനിക്ക് സംസാരിക്കാനുള്ള ഒരു വേദിയിൽ, ഇതുപോലെ ഒരു വേദിയിൽ ഇന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും നന്ദി പറയേണ്ടത് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയത് തന്നെയാണ്. അഭിപ്രായ വ്യത്യാസമുണ്ടോ? തീർച്ചയായിട്ടും. തുടക്കത്തിൽ തന്നെ സാർ ഒരു ആമുഖം പറഞ്ഞു തുടങ്ങിയത് പാശ്ചാത്യ സംസ്കാരത്തിന്റെ തനിപ്പകർപ്പെന്നുള്ളത്. അല്ല, അതങ്ങനെ വിമർശനം എന്ന് പറഞ്ഞാൽ അത് ഇന്നും അച്ചട്ടായിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു വിമർശനമാണ്. കാരണം ഈ സൗന്ദര്യ മത്സരങ്ങൾ കൊണ്ട് ഇന്ന് നമ്മുടെ ലോകത്തിനോ നമ്മുടെ രാജ്യത്തിനോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനോ ഇവർ നൽകിയിട്ടുള്ള നല്ല സംഭാവനകൾ എന്തൊക്കെയാണെന്ന് അവർക്ക് അക്കം വിട്ട് പറയാൻ പറ്റുമെങ്കിൽ ഞാൻ ഇതിനെ എതിർക്കത്തില്ല. 2, കോൺഫിഡൻസ് ലെവൽ ഉയർത്തുക എന്നുള്ളതാണ് സൗന്ദര്യ മത്സരത്തിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണെങ്കിൽ ഈ സൗന്ദര്യ മത്സരം എന്നുള്ള ആ പേര് മാറ്റിയിട്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് മത്സരം എന്നുള്ള തലത്തിലേക്ക് ഇതിനെ കൊണ്ടുവരിക. അല്ല, അത് സൗന്ദര്യം ഞാൻ പറയട്ടെ, ഭൂമിയിൽ ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചാക്കുമ്പോൾ അവർക്ക് അവരുടേതായ ഓരോ ശാരീരികമായ അവസ്ഥകൾ അല്ലെങ്കിൽ അവരുടെ ഒരു സൗന്ദര്യ ലെവൽ നൽകിയിട്ടുണ്ട്.